അസ്സലാമു അലൈക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സോളിഡിലെ എങ്ങനെയാണ് ക്ലോസ് പാക്കിംഗ് നടക്കുന്നത് 3 ലെവലിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലോസ് പാക്കിംഗ് നടക്കുമ്പോൾ ഫസ്റ്റ് ക്ലോസ് പാക്കിംഗ് ഇൻ 1 ഡയമെൻഷൻ, ദെൻ ക്ലോസ് പാക്കിംഗ് ഇൻ 2 ഡയമെൻഷൻ ആൻഡ് ഫൈനലി ക്ലോസ് പാക്കിംഗ് ഇൻ 3 ഡയമെൻഷൻ. അങ്ങനെ 3 ഡയമെൻഷനിൽ ക്ലോസ് പാക്കിംഗ് നടത്തിയെങ്കിൽ മാത്രമേ ആ ഒരു ക്രിസ്റ്റലിന് ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ സ്പേസിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു 1 ഡയമെൻഷൻ ക്ലോസ് പാക്കിംഗ് എങ്ങനെയായിരുന്നു. അവിടെ നമ്മൾ സ്ഫിയേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് പാർട്ടിക്കിൾസ് ആണ്, ആറ്റം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സ്ഫിയേഴ്സിനെ ഒരു എന്താ പറയുന്നത് ഒന്ന് മറ്റൊന്നിനെ ടച്ച് ചെയ്തുകൊണ്ട് അത് പ്ലേസ് ചെയ്തു, ടച്ചിങ് വിത്ത് ഈച്ച് അതർ. അങ്ങനെ പ്ലേസ് ചെയ്തപ്പോൾ നമുക്കൊരു റോ ആണ് കിട്ടിയത്. ഒരു റോ, ഒറ്റ റോ മാത്രമായത് കിട്ടിയത്. അവിടെ നമ്മൾ കോർഡിനേഷൻ നമ്പർ 2 ആണെന്ന് പറഞ്ഞു. കാരണം ഒരു സ്ഫിയറിനെ ടച്ച് ചെയ്യുന്ന നെയ്ബറിംഗ് സ്ഫിയേഴ്സ് 2 ആയതുകൊണ്ട് അവിടെ കോർഡിനേഷൻ നമ്പർ 2 ആണെന്ന് പറഞ്ഞു. ദെൻ നമ്മൾ എന്ത് ചെയ്തു, ക്ലോസ് പാക്കിംഗ് ഇൻ 2 ഡയമെൻഷൻ പറഞ്ഞു. ക്ലോസ് പാക്കിംഗ് ഇൻ 2 ഡയമെൻഷൻ പറഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു, ഒരു നമ്മൾ 1 ഡയമെൻഷനിൽ ഉണ്ടാക്കിയ ഒരു റോ, അതിന് തൊട്ടടുത്ത് തന്നെ അടുത്ത റോ വെക്കുക, വീണ്ടും റോ വെക്കുക. അങ്ങനെ റോസുകൾ എന്ത് ചെയ്യുക, ഒന്ന് മറ്റൊന്നിനെ ടച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യുക. ആദ്യം ഒരു റോ, പിന്നെ ഒരു റോ. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ലെയറാണ് കിട്ടുക. 2 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ്, അതായത് 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് നടത്തിയാൽ നമുക്ക് എന്താ കിട്ടുക, ഒരു ലെയറാണ് കിട്ടുക. അത് നമ്മൾ പഠിച്ചു. അവിടെ തന്നെ നമ്മൾ 2 ഡയമെൻഷണൽ പാക്കിംഗ് നടത്തുമ്പോൾ 2 രീതിയിലുള്ള ലെയർ കിട്ടുമെന്ന് പറഞ്ഞു. എന്തായിരുന്നു, ഒന്ന് ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഫസ്റ്റ് റോ എ ആണെങ്കിൽ, ഫസ്റ്റ് റോ എന്ന് പറഞ്ഞത് എ ആണെങ്കിൽ സെക്കൻഡ് റോയും എന്തായിരിക്കും, ഒരു എ തന്നെ ആയിരിക്കും. ഇപ്പൊ ഫസ്റ്റ് റോ എ ആണെങ്കിൽ സെക്കൻഡ് റോയും അതേപോലെ തന്നെ ഒരേ ലൈനിൽ, ഫസ്റ്റ് റോയിലുള്ള സ്ഫിയേഴ്സിന്റെ അതേ ലൈനിലാണ് സെക്കൻഡ് റോ വരിക. അപ്പൊ അതും എന്തായിരിക്കും, എ എന്ന പോലെ തന്നെ ആയിരിക്കും. ദെൻ തേർഡ് റോ വെക്കുമ്പോഴും അതും എന്താണ്, ഈ റോസിന് എന്താണ്, അലൈൻഡ് ആണ്. അതായത് സ്ഫിയേഴ്സിന് അലൈൻഡ് ഒരേ ലൈനിൽ തന്നെയാണ്. അതിന്റെ തൊട്ട് താഴെ ഒരു ഡീവിയേഷനും ഇല്ലാതെ ഡയറക്റ്റ് അതിന്റെ അടുത്ത് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് അതും എ ആണ്. അങ്ങനെ എ പാറ്റേൺ എന്ന രീതിയിലാണ് ഒരു ടൈപ്പ് ക്ലോസ് പാക്കിംഗ് ഇൻ 2 ഡയമെൻഷൻ പറഞ്ഞത്. ഇതിന് നമ്മൾ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു, സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. എന്തായിരുന്നു, സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. അതിന് കാരണം എന്തായിരുന്നു, ഒരു സ്ഫിയറിനെ ടച്ച് ചെയ്തിട്ട് 4 സ്ഫിയേഴ്സ് ഉണ്ട്. ആ 4 സ്ഫിയേഴ്സിന്റെ സെന്റേഴ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ക്വയർ ഷേപ്പ് കിട്ടുന്നത് കൊണ്ട് അത് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് പറഞ്ഞു. മറ്റൊരു പോസിബിലിറ്റി ഉള്ളത്, ഫസ്റ്റ് റോനെ സ്റ്റാഗ്നേറ്റ് ചെയ്തിട്ട് സെക്കൻഡ് റോ വരികയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് റോനെ എ വിളിക്കും, സെക്കൻഡ് റോ ബി ആയിരിക്കും. ദെൻ തേർഡ് റോ വരുമ്പോൾ അത് വീണ്ടും എ ടൈപ്പ് തന്നെ ആയിരിക്കും. അങ്ങനെ എ ബി എന്നുള്ള രീതിയിലാണ് രണ്ടാമത്തെ ഒരു അറേഞ്ച്മെന്റ്. ഇതിൽ നമ്മൾ എന്താ വിളിച്ചിരുന്നത്, ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഹെക്സഗണൽ. അതിന്റെ റീസൺ എന്തായിരുന്നു, ഇവിടെ ഒരു സ്ഫിയറിനെ ടച്ച് ചെയ്തിട്ട് 6 സ്ഫിയേഴ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ സെന്ററുകൾ ജോയിൻ ചെയ്താൽ ഹെക്സഗണൽ ഷേപ്പ് കിട്ടുന്നത് കൊണ്ട് അതിന് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. അപ്പൊ അതാണ് നമുക്ക് 2 ഡയമെൻഷനിൽ ചെയ്തപ്പോൾ ഒരു ലെയർ കിട്ടി. ഇനി 3 ഡയമെൻഷനിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ആ ലെയറിന്റെ മുകളിൽ വേറൊരു ലെയർ വെക്കുക. അപ്പൊ ഇതൊരു 2 ഡയമെൻഷനിൽ കിട്ടിയ ലെയർ, അതിന്റെ മുകളിൽ എന്ത് ചെയ്യണം, സെക്കൻഡ് ലെയർ വെക്കുക. ദെൻ അതിന്റെ മുകളിൽ തേർഡ് ലെയർ, ദെൻ ഫോർത്ത് ലെയർ. അങ്ങനെ ലെയേഴ്സ് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാം, സ്റ്റാക്ക് ചെയ്യാം. അപ്പോഴാണ് നമുക്കൊരു 3 ഡയമെൻഷനൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കിട്ടുക. അപ്പോൾ നമുക്ക് 2 ഡയമെൻഷനിൽ 2 ടൈപ്പ് ലെയർ ഉള്ളത് കൊണ്ട് തന്നെ ക്ലോസ് പാക്കിംഗ് 3 ഡയമെൻഷനിൽ നടത്തുമ്പോൾ ഇതുപോലെ നമുക്ക് എന്തുണ്ട്, 2 പോസിബിലിറ്റി ഉണ്ട്. ഇത് 2 രീതിയിൽ നടക്കും. ഒന്നാമത്തേത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഡയമെൻഷനൽ ക്ലോസ് പാക്കിംഗ് ഫ്രം 2 ഡയമെൻഷനൽ സ്ക്വയർ ക്ലോസ് പാക്ക്ഡ് ലെയർ. എന്താണ് 3 ഡയമെൻഷനൽ ക്ലോസ് പാക്കിംഗ്, 3 ഡയമെൻഷനൽ പാക്കിംഗ് ഫ്രം 2 ഡയമെൻഷനൽ സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. അതായത് ഈ 2 ഡയമെൻഷനൽ സ്ക്വയർ ക്ലോസ് പാക്ക് ചെയ്ത ലെയർ, ഈ ലെയറിൽ നിന്നും 3 ഡയമെൻഷനൽ പാക്കിംഗ് നടത്താം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ലെയറിന്റെ ഇവിടെ നമ്മൾ ഒരു ലെയറായിട്ട് കൺസിഡർ ചെയ്യാം. 2 ഡയമെൻഷനിൽ കിട്ടിയ ഒരു ലെയർ ആയിരുന്നു. ഈ ലെയറിനെ നമ്മൾ എന്ത് വിളിക്കും, എ എന്നുള്ളൊരു ലെയർ. ഇതെന്താണ്, എ എന്ന് പറയുന്ന ഒരു ലെയറാണ്. അപ്പോൾ ഇതിന്റെ മുകളിൽ നമ്മൾ സെക്കൻഡ് ലെയർ വെക്കണം. ഈ സെക്കൻഡ് ലെയർ വെക്കുമ്പോൾ ഈ സെക്കൻഡ് ലെയർ ഫസ്റ്റ് ലെയറിന് അലൈൻഡ് ആയിട്ട്, അതായത് അതിന്റെ തൊട്ട് മുകളിൽ ഒരേ ലൈനിൽ ഒരു ഡീവിയേഷനും ഇല്ലാതെ ഒരേ ലൈനിൽ എന്ത് ചെയ്യുക, സെക്കൻഡ് ലെയർ വെക്കുക. ഇതേപോലുള്ള ഒരു ലെയർ എടുത്തിട്ട് ഇതിന്റെ മുകളിൽ വരിക, സെക്കൻഡ് ലെയർ. ദെൻ അതിന്റെ മുകളിൽ അതുപോലുള്ള മറ്റൊരു തേർഡ് ലെയർ വരിക. അപ്പൊ എല്ലാ ലെയേഴ്സും ഒരേപോലെയുള്ളതാണ് എ.
അപ്പോൾ എല്ലാ ലെയർ ഫസ്റ്റ് ലെയർ എ ആണെങ്കിൽ സെക്കൻഡ് ലെയറും എ ആയിരിക്കും, തേർഡ് ലെയർ എ ആയിരിക്കും, അങ്ങനെയായിരിക്കും അത് പോവുക. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു ബ്രെഡ് പാക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ആ ബ്രെഡ് പാക്കറ്റ് നമ്മൾ ബാക്കിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൽ ബ്രെഡുകൾ എങ്ങനെയാണ് അടുക്കി വെച്ചിട്ടുണ്ടാവുക? വളരെ കറക്റ്റായിട്ടല്ലേ? ഒരു ബ്രെഡ് അന്ന് ചെരിഞ്ഞ് പോവാതെ ആ പാക്കിൽ ഇങ്ങനെ വളരെ കറക്റ്റായിട്ടായിരിക്കും ഒന്നിന് മുകളിൽ വന്നു. അതേപോലെ ആയിരിക്കും ഇവിടെ സ്ക്വയർ ക്ലോസ് പാക്കഡ് ലെയറിൽ നിന്നും 3 ഡയമെൻഷൻ പാക്കിംഗ് നടത്തുമ്പോൾ. അപ്പോൾ അതെന്തായിരിക്കും? എ പാറ്റേൺ എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ക്രിസ്റ്റൽ എന്ന് പറയുന്നത് സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് ആണ്. നമ്മൾ 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ക്രിസ്റ്റലുകൾ ക്യൂബിക്, ടെട്രാഗണൽ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആ ക്യൂബിക് എന്നുള്ളത് ഈ ടൈപ്പ് പാക്കിംഗ് ആണ് അവിടെ നടക്കുന്നത്. അങ്ങനെയുള്ള ക്രിസ്റ്റലിലെ യൂണിറ്റ് സെല്ല് സിമ്പിൾ പ്രിമിറ്റീവ് ആയിരിക്കും. പ്രിമിറ്റീവ് ടൈപ്പ് യൂണിറ്റ് സെല്ലായിരിക്കും ഇങ്ങനെയുള്ള ക്രിസ്റ്റൽ വരുന്നത്. അപ്പോൾ ഇതാണ് 3 ഡയമെൻഷൻ പാക്കിംഗ് ഫ്രം സ്ക്വയർ ക്ലോസ് പാക്കഡ്, അതായത് 2 ഡയമെൻഷൻ സ്ക്വയർ ക്ലോസ് പാക്കഡ് ലെയർ. ഇനി അടുത്തത് പറയാൻ പോകുന്നത്, അപ്പോൾ ഇത് ഒരു രീതി നമുക്ക് ഇങ്ങനെ പാക്കിംഗ് നടത്താം. ഇനി രണ്ടാമത്തെ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും, അതായത് ഇത് എ എന്നുള്ള പാക്കിംഗ് നടത്തിയത്, ഇനി ബി എന്ന് പറഞ്ഞ പാക്കിംഗ് 3 ഡയമെൻഷണൽ പാക്കിംഗ് ഫ്രം 2 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കഡ് ലെയർ. എങ്ങനെയാണ്? 3 ഡയമെൻഷണൽ പാക്കിംഗ് ഫ്രം 2 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കഡ് ലെയർ. ഈ ലെയറിൽ നിന്നും എന്ത് ചെയ്യാം? 3 ഡയമെൻഷൻ നടത്താം. അങ്ങനെ നടത്തുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഒരു ഫസ്റ്റ് ലെയർ എടുത്തു. ഈ ഫസ്റ്റ് ലെയർ നമ്മൾ എ എന്ന് വിളിക്കാം. ഇത് ഹെക്സഗണലി ക്ലോസ് പാക്ക് ചെയ്തിട്ടുള്ള 2 ഡയമെൻഷനിൽ ക്ലോസ് പാക്ക് ചെയ്ത ലെയറാണ്. ഇത് നമ്മൾ എ എന്ന് വിളിക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതുപോലെയുള്ള അടുത്ത ഒരു ലെയർ, ഒരു സെക്കൻഡ് ലെയർ എന്താണ് ഇതിന്റെ മുകളിൽ വരാൻ പോവാണ്. അപ്പൊ ഈ സെക്കൻഡ് ലെയർ വരുമ്പോൾ ഇത് നോക്കാം, ഇതാണ് ആ പിക്ചർ. ഇതിൽ നമ്മൾ ഈ വൈറ്റ് റൗണ്ടിൽ സ്ഫിയേഴ്സ് വരച്ചിട്ടുള്ളത് ഫസ്റ്റ് ലെയറാണ്, എ എന്ന് പറയുന്ന ലെയറാണ്. ഇനി ഇതിന്റെ മുകളിൽ ഇതേപോലെയുള്ള മറ്റൊരു ഹെക്സഗണൽ ക്ലോസ് പാക്ക്, അതേപോലെ ഹെക്സഗണൽ ക്ലോസ് പാക്ക് ചെയ്തിട്ടുള്ള ഒരു ലെയർ തന്നെയാണ് സെക്കൻഡ് ലെയർ ആയിട്ട് ഞാൻ ഇതിന്റെ മുകളിൽ വെക്കുന്നത്. നമ്മൾ ഇതുപോലെ വെച്ചിട്ടുണ്ടാവും, ഇതുപോലെ എന്ത് ചെയ്തിട്ടുണ്ടാവും? സെക്കൻഡ് ലെയർ വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ സെക്കൻഡ് ലെയർ വെക്കുമ്പോൾ ഇവിടെ നോക്കാം, ഇത് നമുക്ക് അറിയാം, ഒരു ക്രിസ്റ്റൽ എടുത്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരു ക്രിസ്റ്റൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ എന്തുണ്ടായിരിക്കും? വോയിഡ് ഉണ്ടായിരിക്കും. വോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? എംപ്റ്റി സ്പേസ്, അതായത് സ്ഫിയേഴ്സ്, പാർട്ടിക്കിൾസ് ഇല്ലാത്ത എംപ്റ്റി ആയിട്ടുള്ള സ്പേസ് ഉണ്ടായിരിക്കും. അതിനെയാണ് വോയിഡ് എന്ന് പറയുന്നത്. ഇവിടെ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആകുമ്പോൾ ഇവിടെ ഇതൊക്കെ സ്ഫിയേഴ്സ് ആണ്. ഇതിൽ വരുന്ന ഇവിടെ എംപ്റ്റി, ഇങ്ങനെയുള്ള കുറേ ഷേപ്പുകൾ വരുന്നുണ്ട്. ഇത് വോയിഡ് ആണ്. ഇതുപോലെ എന്താണ്? ഇത് വോയിഡ് ആണ്. ഈ ഷേപ്പിൽ വരുന്നതൊക്കെ വോയിഡ്സ് ആണ്. ഈ വോയിഡിന്റെ ഷേപ്പ് എന്താണ്? ഒരു ട്രയാങ്കിൾ ഷേപ്പാണ്. ഇതുപോലെയുള്ള ഒരു ട്രയാങ്കിൾ ഷേപ്പാണ്. അതുകൊണ്ട് ഈ വോയിഡിനെ ട്രയാങ്കുലർ വോയിഡ് എന്ന് പറയും. ആ വോയിഡ് നമ്മൾ പറയും ട്രയാങ്കുലർ വോയിഡ്. എന്നാണ് പറയുക. ഇതിലിപ്പോ ഈ ഹെക്സഗണൽ ക്ലോസ് പാക്കഡ് ലെയറിൽ നോക്കുക, 2 ടൈപ്പ് ട്രയാങ്കുലർ വോയിഡ് ഉണ്ട്. ഒന്ന് ഇതിന്റെ ഈ എപെക്സ്, ഈ ട്രയാങ്കിൾ എപെക്സ് ഡൗൺവേർഡ്, താഴേക്ക് പോയിന്റ് ചെയ്തിട്ടുള്ളതും, മറ്റൊന്ന് ഇവിടെ, അതായത് ഇതിന്റെ എപെക്സ് എന്താണ്? അപ്വേർഡ്, മുകളിലോട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 ടൈപ്പ് ട്രയാങ്കുലർ വോയിഡ് ഇങ്ങനെയുള്ള പാക്കിങ്ങിലുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ട്രയാങ്കുലർ വോയിഡ് ഉള്ള ഒരു എന്താ പറയുക 2 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കഡ് ലെയർ ഉണ്ട്. ആ ലെയറാണ് എ എന്ന് പറയുന്ന ലെയർ. അതിന്റെ മുകളിലാണ് അതേപോലെയുള്ള സെയിം ലെയർ തന്നെ നമ്മൾ വെക്കുന്നത്. അങ്ങനെ വെക്കുമ്പോൾ ഇത് നടത്തിയിട്ടുള്ളത്, ഈ പാക്കിങ് നടത്തിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സെക്കൻഡ് ലെയറിലെ സ്ഫിയർ വരുന്നത് ഫസ്റ്റ് ലെയറിലെ ഡിപ്രഷനിൽ, അതായത് ഫസ്റ്റ് ലെയറിന്റെ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് ഡിപ്രഷൻസ്. ഫസ്റ്റ് ലെയറിന്റെ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഈ എന്താ പറയാ, ഇതിന്റെ സ്ഫിയറുകളിൽ ഇല്ലാതെ ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്ന ഭാഗം ഡിപ്രഷന്. ആ ഫസ്റ്റ് ലെയറിൽ എവിടേക്കോ ഡിപ്രഷൻ ഉണ്ടോ ആ ഡിപ്രഷനിലാണ് സെക്കൻഡ് ലെയറിലെ സ്ഫിയേഴ്സ് വരിക. ആ രീതിയിലാണ് സെക്കൻഡ് ലെയർ എന്ത് ചെയ്യേണ്ടത്? ഫസ്റ്റ് ലെയറിന്റെ മുകളിൽ പ്ലേസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ലെയറിലുള്ള ഡിപ്രഷനിൽ സെക്കൻഡ് ലെയറിന്റെ സ്ഫിയറുകൾ വരണം. ആ രീതിയിലാണ് സെക്കൻഡ് ലെയർ അവിടെ അതിന്റെ മുകളിൽ പ്ലേസ് ചെയ്യുന്നത്. അങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു രീതിയിലാണ് കിട്ടുക. ഇത് ഈ പിങ്ക് കളറിൽ കാണുന്നത് സെക്കൻഡ് ലെയറാണ്. ഇതിന് ശരിക്കും നമുക്ക് ഇമാജിനേഷൻ പവർ വേണം. കാരണം ഇതൊക്കെ 3 ഡയമെൻഷനിൽ നമ്മൾ 3 ഡയമെൻഷനിലതാണ്. അപ്പോൾ അത് എന്ത് ചെയ്യണം? നമുക്ക് കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇമാജിൻ ചെയ്യണം. പിന്നെ അതായത് നമ്മൾ
മറ്റൊന്നും കൂടി ഇമാജിൻ ചെയ്യാൻ എന്താണ്, എല്ലാ സ്ഫിയറും ഈക്വൽ സൈസ് ഉള്ളതാണ്, എല്ലാ സ്ഫിയറും ഈക്വൽ സൈസ് ഉള്ളതാണെന്നുള്ളത് ഇമാജിൻ ചെയ്യണം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറ്റുള്ളൂ, ഇതിൻ്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇമാജിനേഷന് കുറച്ച് വേണം. അപ്പോൾ ഇനി സെക്കൻഡ് ലെയർ വെച്ചിട്ടുള്ളത് നോക്കാം. അങ്ങനെ സെക്കൻഡ് ലെയർ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ലെയറിലെ ഡിപ്രഷനിലാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ സെക്കൻഡ് ലെയർ വെച്ചപ്പോൾ ഇതിൽ 2 ടൈപ്പ് ന്യൂ വോയിഡുകൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. 2 ടൈപ്പ് ന്യൂ വോയിഡ് എന്ത് ചെയ്യുന്നുണ്ട്, ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ഫസ്റ്റ് ലെയറിന്റെ എന്താണ്, ട്രയാങ്കുലർ വോയിഡാണ്. ഈ വൈറ്റ് കളറുള്ളത് ഫസ്റ്റ് ലെയറിന്റെ ട്രയാങ്കുലർ വോയിഡാണ്. ഈ ട്രയാങ്കുലർ വോയിഡിന്റെ മുകളിൽ സെക്കൻഡ് ലെയറിൽ ഒരു സ്ഫിയർ വന്നിട്ടുണ്ട്. ഈ പിങ്ക് കളറിലുള്ള സ്ഫിയർ ഈ ഫസ്റ്റ് ലെയറിന്റെ ട്രയാങ്കുലർ വോയിഡ്, സെക്കൻഡ് ലെയറിൽ ഒരു സ്ഫിയർ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ 4 സ്ഫിയേഴ്സ് കൂടുമ്പോൾ മറ്റൊരു വോയിഡ് ഉണ്ടാവുന്നുണ്ട്. ഇതുപോലെ, അതായത് ഫസ്റ്റ് ലെയർ ആണ് ഈ വൈറ്റ് കളറിലുള്ള 3 സ്ഫിയർ ഫസ്റ്റ് ലെയർ ആണ്, അതിന്റെ ട്രയാങ്കുലർ വോയിഡാണിത്. അതിന്റെ മുകളിൽ സെക്കൻഡ് ലെയറിൽ ഒരു സ്ഫിയർ വരാം. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു വോയിഡ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ വോയിഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 സ്ഫിയർ കൂടിയിട്ടുള്ള ഒരു വോയിഡാണ്. ആ സ്ഫിയേഴ്സിന്റെ സെന്ററുകൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ടെട്രാഹെഡ്രൽ ഷേപ്പ് കിട്ടും. ഇതുപോലുള്ള ഒരു ടെട്രാഹെഡ്രൽ ഷേപ്പ് കിട്ടും. അതുകൊണ്ട് നമ്മൾ ആ വോയിഡിനെ വിളിക്കുന്നതാണ് ടെട്രാഹെഡ്രൽ വോയിഡ്. ടെട്രാഹെഡ്രൽ വോയിഡ് ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് വിളിക്കും. അത് 4 സ്ഫിയറുകൾ ജോയിൻ ചെയ്തിട്ടാണ് വോയിഡ് ഉണ്ടാകുന്നത്. ഇനി ഇതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ചില സ്പേസിൽ, അതായത് ഇപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് നോക്കാം. ഇവിടെ ഈ വൈറ്റ് ഇവിടെ 3 സ്ഫിയറുകൾ, ഇത് ഫസ്റ്റ് ലെയറിലുള്ള ഒരു സ്ഫിയർ, ഇത് സെക്കൻഡ് സ്ഫിയർ, ഇതുപോലെ മറ്റൊരു സ്ഫിയർ. അപ്പൊ ഇവിടെ ഒരു ട്രയാങ്കുലർ പോയിന്റ് ഉണ്ടാവുന്നുണ്ട്. ഫസ്റ്റ് ലെയറിൽ ട്രയാങ്കുലർ പോയിന്റ് ആണ്. അതിന്റെ മുകളിൽ സെക്കൻഡ് ലെയറിലെ ട്രയാങ്കുലർ പോയിന്റ് വരികയാണ്. അതിന്റെ മുകളിൽ സെക്കൻഡ് ലെയറിൽ ഇവിടെ ഒരു ട്രയാങ്കുലർ പോയിന്റ് ഉണ്ട്, അത് അതിന്റെ മുകളിൽ വരികയാണ്. അങ്ങനെ വരുമ്പോൾ ഈ രീതിയിലാണ് വരിക. ഇത് നോക്കാം, ഫസ്റ്റ് ലെയറിലെ 3 സ്ഫിയർ ആണ്. അവിടെ ഒരു ട്രയാങ്കുലർ പോയിന്റ് കാണുന്നുണ്ട്. ഫസ്റ്റ് ലെയറിൽ ഒരു ട്രയാങ്കുലർ പോയിന്റ് ഈ രീതിയിൽ കാണുന്നുണ്ട്. 3 സ്ഫിയർ കൂടിയപ്പോൾ ട്രയാങ്കുലർ പോയിന്റ്. അതിന്റെ മുകളിൽ സെക്കൻഡ് ലെയറിന്റെ ഒരു ട്രയാങ്കുലർ പോയിന്റ് വരിക. സെക്കൻഡ് ലെയറിലെ ഒരു ട്രയാങ്കുലർ പോയിന്റ് അത് ഈ രീതിയിലാണ് വരുന്നത്, ഇങ്ങനെ വരുന്നത്. അതായത് ഫസ്റ്റ് ലെയറിൽ ഇങ്ങനെ ഒരു ട്രയാങ്കുലർ പോയിന്റ് ഉണ്ടായിരുന്നു. അതിന്റെ മുകളിൽ സെക്കൻഡ് ലെയറിലെ ട്രയാങ്കുലർ പോയിന്റ് വരിക. അപ്പൊ അവിടെ ഒരു വോയിഡ്, വീണ്ടും പുതിയൊരു വോയിഡ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. 6 സ്ഫിയേഴ്സ് കൂടിയിട്ടുള്ള വോയിഡ്. ആ 6 സ്ഫിയേഴ്സ് കൂടിയിട്ടുള്ള വോയിഡിനെ വിളിക്കുന്നതാണ് ഒക്ടാഹെഡ്രൽ വോയിഡ്. അതിനെ വിളിക്കുന്നതാണ് ഒക്ടാഹെഡ്രൽ വോയിഡ്. ഈ ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് പറയാൻ കാരണം 6 സ്ഫിയേഴ്സ് ഉണ്ട്. ഈ 6 സ്ഫിയേഴ്സിന്റെയും സെന്ററുകൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഒക്ടാഹെഡ്രൽ ഷേപ്പ് കിട്ടും. ഇതുപോലെ ഒരു ഒക്ടാഹെഡ്രൽ ഷേപ്പ് കിട്ടും. അതുകൊണ്ട് അതിനെ ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് വിളിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സെക്കൻഡ് ലെയറിലെ ഫസ്റ്റ് ലെയറിന്റെ മുകളിൽ സെക്കൻഡ് ലെയർ വെക്കുമ്പോൾ 2 ടൈപ്പ് വോയിഡ് ഉണ്ടാവുന്നുണ്ട്. ടെട്രാഹെഡ്രൽ വോയിഡും അതുപോലെ ഒക്ടാഹെഡ്രൽ വോയിഡും ഉണ്ടാവും. നമ്മൾ സെക്കൻഡ് ലെയർ വെച്ചു. ഇനി എന്ത് ചെയ്യണം, അതിന്റെ മുകളിൽ തേർഡ് ലെയർ വെക്കണം. സെക്കൻഡ് ലെയർ വെച്ചു, ഇതിന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യണം, തേർഡ് ലെയർ വെക്കണം. അപ്പൊ തേർഡ് ലെയർ വെക്കുമ്പോൾ അവിടെ 2 പോസിബിലിറ്റി ഉണ്ട്. തേർഡ് ലെയർ വെക്കാൻ 2 രീതിയിലാണ് തേർഡ് ലെയർ വെക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ, അതായത് തേർഡ് ലെയർ ആണ് നമ്മൾ വെക്കുന്നത്. തേർഡ് ലെയർ ഇപ്പൊ സെക്കൻഡ് ലെയർ, ഫസ്റ്റ് ലെയറിന്റെ മുകളിൽ സെക്കൻഡ് ലെയർ ആണ് വെച്ചിട്ടുള്ളത്. ഇനി അടുത്തത് നമ്മൾ തേർഡ് ലെയർ ആണ് വെക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് എ ആണ്, സെക്കൻഡ് ലെയർ നമുക്ക് ബി എന്ന് വിളിക്കാം. ഫസ്റ്റ് ലെയർ എ ആയിരുന്നു, സെക്കൻഡ് ലെയർ ബി ആയിരുന്നു. ഇനി തേർഡ് ലെയർ വെക്കുകയാണ്. തേർഡ് ലെയർ വെക്കാൻ 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്നാമത്തെ പോസിബിലിറ്റി, തേർഡ് ലെയർ പ്ലേസ് ചെയ്യുമ്പോൾ തേർഡ് ലെയറിലെ സ്ഫിയർ വരുന്നത് ഈ ലെയറിലെ ടെട്രാഹെഡ്രൽ വോയിഡിനെ കവർ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു ടെട്രാഹെഡ്രൽ വോയിഡ് ഉണ്ട്, ഒക്ടാഹെഡ്രൽ വോയിഡ് ഉണ്ട്. അപ്പോൾ സ്ഫിയേഴ്സ് കവറിംഗ് ടെട്രാഹെഡ്രൽ വോയിഡ്, തേർഡ് ലെയറിലെ സ്ഫിയർ ടെട്രാഹെഡ്രൽ വോയിഡിൽ എന്ത് ചെയ്യുക, കവർ ചെയ്യുക. കവറിംഗ് ടെട്രാഹെഡ്രൽ വോയിഡ്.
കവറിങ് ടെട്രാഹെഡ്രൽ വോയിഡ്. ടെട്രാഹെഡ്രൽ വോയിഡ് എന്ത് ചെയ്യുക? കവർ ചെയ്തുകൊണ്ട് തേർഡ് ലെയറിലെ സ്ഫിയർ വരിക. അങ്ങനെ വരുമ്പോൾ ആ ഒരു തേർഡ് ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ലെയറിന് സിമിലർ ആയിരിക്കും. ഫസ്റ്റ് ലെയർ എങ്ങനെയായിരുന്നോ എ ആണെങ്കിൽ തേർഡ് ലെയറും അതുപോലെ എ ആണ്. അപ്പോൾ എന്ത് വരും? ഫസ്റ്റ് ലെയർ എ ആയിരുന്നു, സെക്കൻഡ് ലെയർ ബി ആണ്, തേർഡ് ലെയർ വീണ്ടും എ ആണ്. ഇനി ഫോർത്ത് ലെയർ വരുമ്പോൾ അത് വീണ്ടും ബി എ. ഇങ്ങനെ എ ബി എന്നുള്ള പാറ്റേൺ ആ രീതിയിലാണ് അവിടെ സ്ട്രക്ചർ, 3 ഡയമെൻഷണൽ സ്ട്രക്ചർ കിട്ടുക. ഇതിനെ വിളിക്കുന്ന പേരാണ് ഹെക്സഗണൽ ക്ലോസ് പാക്ക്. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്, അതായത് HCP. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹെക്സഗണൽ ക്ലോസ് പാക്കഡ് അല്ല, അത് 2 ഡയമെൻഷനിലുള്ള ഹെക്സഗണൽ ക്ലോസ് പാക്കഡ് ആണ്. ഇത് HCP, അതായത് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഇൻ 3 ഡയമെൻഷൻ. 3 ഡയമെൻഷനുള്ള ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ് HCP. ഇത് എന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയുന്ന സിങ്ക്, മെഗ്നീഷ്യം അങ്ങനെയുള്ള മെറ്റൽസ്, സിങ്ക് അതുപോലെ മെഗ്നീഷ്യം പോലുള്ള മെറ്റൽസ് ആണ് ഈ ടൈപ്പ് 3 ഡയമെൻഷണൽ സ്ട്രക്ചർ, ഈ ടൈപ്പ് ക്ലോസ് പാക്കിംഗ് നടക്കുന്നത് സിങ്ക്, മെഗ്നീഷ്യം പോലുള്ള മെറ്റൽസിലാണ്. ഇനി ഇതിൽ തന്നെ വരുന്ന രണ്ടാമത്തെ പോസിബിലിറ്റി, 2 പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേർഡ് ലെയറിലെ സ്ഫിയർ വരുന്നത് ബൈ കവറിങ് ഒക്ടാഹെഡ്രൽ വോയിഡ്. ബൈ കവറിങ് ഒക്ടാഹെഡ്രൽ വോയിഡ്. കവറിങ് ഒക്ടാഹെഡ്രൽ വോയിഡ്. തേർഡ് ലെയർ നമ്മൾ നോക്കുകയാണ്, ആ തേർഡ് ലെയറിലെ സ്ഫിയർ വരുന്നത് ഒക്ടാഹെഡ്രൽ വോയിഡിനെ കവർ ചെയ്തിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ലെയർ നേരത്തെ പോലെ എ ആയിരിക്കും, സെക്കൻഡ് ലെയർ ബി ആണ്. ഇനി തേർഡ് ലെയർ ഒക്ടാഹെഡ്രൽ വോയിഡിനെ കവർ ചെയ്യുന്ന രീതിയിലാണ് സ്ഫിയർ വരിക, ആ രീതിയിലാണ് പ്ലേസ് ചെയ്തത്. അതുകൊണ്ട് ആ തേർഡ് ലെയർ ഫസ്റ്റ് ലെയറിനോടോ സെക്കൻഡ് ലെയറിനോടോ സിമിലർ അല്ല, അത് മറ്റൊരു ന്യൂ ഒരു ലെയർ ആയതുകൊണ്ട് അത് സി ടൈപ്പ് ആയിരിക്കും, ABC. ദെൻ നമ്മൾ ഫോർത്ത് ലെയർ വരുമ്പോൾ അത് വീണ്ടും സിമിലർ ടു എ, അതുകൊണ്ട് ABC ഈ രീതിയിലുള്ള ഒരു ക്ലോസ് പാക്കിംഗ് ആണ് നടക്കുക. അങ്ങനെ വരുന്ന ക്ലോസ് പാക്കിങ്ങിനെ വിളിക്കുന്നതാണ് CCP, അതായത് ക്യൂബിക് ക്ലോസ് പാക്ക്ഡ്, ഓർ ഫേസ് സെന്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ. അപ്പോൾ ഇങ്ങനെ ABC പാറ്റേണിലാണ് വരുന്നതെങ്കിൽ ആ 3 ഡയമെൻഷണൽ പാക്കിങ്ങിനെ വിളിക്കുന്നതാണ് CCP, അതായത് ക്യൂബിക് ക്ലോസ് പാക്ക്ഡ് ഓർ ഫേസ് സെന്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ. സിൽവർ അതുപോലെയുള്ള സിൽവർ അങ്ങനെയുള്ള മെറ്റൽസിലാണ്, അതുപോലെ കോപ്പർ, സിൽവർ, കോപ്പർ അങ്ങനെയുള്ള മെറ്റൽസ്, സോളിഡ്സ് ആണ് ഈ ടൈപ്പ് ക്ലോസ് പാക്കിംഗ് നടക്കുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം, നമ്മൾ ക്ലോസ് പാക്കിംഗ് ഇൻ 3 ഡയമെൻഷൻ ഉള്ളതാണ് നമ്മൾ പഠിച്ചത്. 3 ഡയമെൻഷൻ പാക്കിംഗ് നടക്കുന്നത് 2 ഡയമെൻഷനിൽ പാക്ക് ചെയ്ത ലെയറിന്റെ മുകളിൽ അടുത്ത സെക്കൻഡ് ലെയർ വെക്കുകയാണ്, അതിന്റെ മുകളിൽ തേർഡ് ലെയർ, അങ്ങനെ ഒന്നിന്റെ മുകളിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോഴാണ് ഒരു 3 ഡയമെൻഷനിൽ സ്പേസിലുള്ള ഒരു ജോമെട്രി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ഏതൊക്കെ രീതിയിൽ പറഞ്ഞു? ഒന്ന്, നമ്മൾ സ്ക്വയർ ക്ലോസ് പാക്ക് ചെയ്ത 2 ഡയമെൻഷനിൽ നിന്നും എങ്ങനെയാണ് 3 ഡയമെൻഷൻ ഉണ്ടാക്കുന്നത്? അത് സിമ്പിളാണ്. എന്താണ്? എ എന്ന് പറയുന്ന ലെയറിന്റെ മുകളിൽ സെയിം ആയിട്ടുള്ള എ ലെയർ വരും, വീണ്ടും എ, അതുപോലെ എ എന്നുള്ള രീതിയിൽ വരും. അതിന് നമ്മൾ എന്ത് വിളിച്ചു? സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് ആണ് വരുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് പറയുന്നത് ഹെക്സഗണൽ ക്ലോസ് പാക്ക്ഡ് ലെയറിൽ നിന്നും എങ്ങനെയാണ് 3 ഡയമെൻഷൻ പാക്കിങ്. അതെങ്ങനെയാണ് പറഞ്ഞത്? അവിടെ 2 രീതിയിൽ വരുന്നുണ്ട്. ഒന്നെന്താണ്, അതായത് നമ്മൾ ഇങ്ങനെ ഒന്ന് പറയുന്നത് നമ്മൾ എ എന്നുള്ള ലെയർ, അതിന്റെ മുകളിൽ ബി എന്ന് പറയുന്ന മറ്റൊരു ലെയർ വെക്കും. ആ ലെയർ വരുന്നത് എങ്ങനെയാണ്? എ എന്ന് പറയുന്ന ലെയറിലെ ഫസ്റ്റ് ലെയറിലെ ഡിപ്രഷനിലാണ് സെക്കൻഡ് ലെയറിലെ സ്ഫിയറുകൾ വരുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെ 2 ടൈപ്പ് വോയിഡ് ഉണ്ടാവും, ടെട്രാഹെഡ്രൽ വോയിഡും ഒക്ടാഹെഡ്രൽ വോയിഡും. ദെൻ തേർഡ് ലെയർ നമ്മൾ എങ്ങനെ പ്ലേസ് ചെയ്യുന്നത്? അവിടെ 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്നാമത്തത് എന്താണ്? ടെട്രാഹെഡ്രൽ വോയിഡിനെ കവർ ചെയ്തുകൊണ്ട് തേർഡ് ലെയറിലെ സ്ഫിയർ വരിക, അപ്പോൾ നമുക്ക് HCP സ്ട്രക്ചർ കിട്ടും. മറ്റൊന്ന് ഒക്ടാഹെഡ്രൽ വോയിഡിനെ കവർ ചെയ്തുകൊണ്ട് തേർഡ് ലെയറിലെ സ്ഫിയർ വരിക, അങ്ങനെയാണ് നമുക്ക് CCP സ്ട്രക്ചർ കിട്ടും. അപ്പോൾ ഇങ്ങനെ 3 ഡയമെൻഷനിൽ, അതായത് 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ, ഈ 3 രീതിയിൽ ക്ലോസ് പാക്കിംഗ് നടത്തിയിട്ടുണ്ടെങ്കിലാണ് നമുക്കൊരു എൻറ്റിയർ ക്രിസ്റ്റൽ കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആയി?